എന്ത് പറ്റി? കൊറേ നേരായിട്ട് ഇവിടെ വഴക്കും യുദ്ധമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാണുന്നില്ലേ? നീയാണെങ്കിൽ ഈ പഞ്ചായത്തിലെ ഇല്ലാത്ത പോലെയാണല്ലോ. നിന്നെ വിളിച്ചിട്ട് പോലും നീ അറിയുന്നേ ഇല്ലല്ലോ ചേച്ചി. ഇന്നലെ വേദാന്ത ചേട്ടൻ പറഞ്ഞ കാര്യം തന്നെ ഞാൻ ഓർത്തോണ്ടിരിക്കുകയായിരുന്നു. അവര് പറഞ്ഞതുപോലെ എന്റെ അമ്മ അവരുടെ കാലിൽ വീണാൽ മാത്രമേ ഈ കല്യാണം നടക്കുള്ളൂ എന്നാണെങ്കിൽ വിക്കിയുമായിട്ടുള്ള ഈ കല്യാണം എനിക്ക് വേണ്ട അമ്മു. വേദാന്ത്, വിക്രാന്ത്, ബ്രേക്ക്ഫാസ്റ്റിന് വാ. അവൻ ഇന്നലെ രാത്രി ഓഫീസിൽ നിന്ന് ലേറ്റായിട്ടാണ് വന്നത്. കിടന്നുറങ്ങിക്കോട്ടെ. എന്തിനെങ്ങനെ വിളിച്ചു പോകുന്നേ? അതിരിക്കട്ടെ, ഒന്നിനും കൊള്ളാത്ത ഒരാളുണ്ടായിരുന്നല്ലോ ഇവിടെ. എന്തിനാ എന്റെ അനിയനെ ഇങ്ങനെ കളിയാക്കുന്നേ? അയ്യോ, അതിന് ഞാൻ പറയാൻ വന്ന കാര്യം മുഴുവൻ പറഞ്ഞില്ലല്ലോ. അപ്പോഴേക്കും നീ നിന്റെ അനിയനെ കുറിച്ചാണെന്ന് വിചാരിച്ചു കളഞ്ഞല്ലോ. അപ്പൊ നിനക്ക് കാര്യമൊക്കെ മനസ്സിലായി. വെറുതെ ആവശ്യമില്ലാത്ത ഒന്നും പറയണ്ട. മണികണ്ഠ, മാഡം, കാണാൻ ആരോ വന്നിട്ടുണ്ട്. എന്നെയോ? അതെ മാഡം. ഓ, പ്രമീളയോ? നിങ്ങള് ഞങ്ങളുടെ വീട്ടിലോ? അതും രാവിലെ തന്നെ. അഡ്രസ് മാറിയിട്ടൊന്നുമില്ലല്ലോ. ഇല്ല, വരണോന്ന് വെച്ച് തന്നെ വന്നേ. ഓ, അങ്ങനെയോ? എന്താ കാര്യം? ഞാൻ അകത്തേക്ക് വന്ന് സംസാരിച്ചോട്ടെ? ശരി, വാ. അമ്മായി രാവിലെ തന്നെ ഇവിടെ എന്തിനാ വന്നേ? എന്റെ മോള് ചെയ്ത തെറ്റിന് ഞാൻ നിങ്ങളുടെ കാല് പിടിച്ച് മാപ്പ് ചോദിക്കാൻ വന്നാണ് സുഹാസിനി. എന്റെ മോടെ കല്യാണം നിങ്ങളുടെ മോന്റെ കൂടെ നടത്തി തരുവോ? എടി അവിടെ നിന്നെ. നിന്റെ യൂണിഫോം എന്തേ? എല്ലാ ശനിയാഴ്ചയും കളർ ഡ്രസ് ആണെന്ന് അറിയില്ലേ? അതൊക്കെ സൈക്കിളും കൊണ്ട് പോവാതെ നീ എന്തിനാ നടന്നു പോകുന്നേ? സൈക്കിളില് കാറ്റില്ല. നിനക്കൊന്നും ഒന്നിനും ഉത്തരവാദിത്വം ഇല്ല. ഇതൊക്കെ നേരത്തെ നോക്കി വെക്കണം എന്ന് നിനക്ക് അറിയുന്ന കാര്യല്ലേ? ഇത്ര നേരത്തെ സ്കൂളിൽ പോയിട്ട് വരുമെന്ന് ആരറിഞ്ഞു? ചേച്ചിയുടെ കല്യാണം അല്ലേന്ന് വെച്ച് കറങ്ങി നടക്കാന്ന് വിചാരിച്ചു. നീ എന്തിനാ അങ്ങനെ വിചാരിച്ചേ? ഈയിടെയായിട്ട് അതിഥിയുടെ കൂടെ നടന്ന നിനക്ക് കുറച്ച് കൂടുന്നുണ്ടോ? ഓഹോ, എന്നിട്ടാണോ അപ്പുറത്തെ വീട്ടിലെ സൗദാന്റി നിന്നോട് കൂട്ടുകൂടണ്ട, നീ ഒരു വായാടിയാണെന്ന് പറയുന്നത്? ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഓർത്തിരിക്കുന്നുണ്ടല്ലോ. നീ എന്താ അവരങ്ങനെ പറഞ്ഞത് നേരത്തെ പറയാതിരുന്നേ? ഞാൻ പറഞ്ഞാൽ നീ എന്താ നിർത്തോ? എന്തായാലും അവര് പറഞ്ഞ ശരിയാണല്ലോ, അതുകൊണ്ടാ പറയാത്ത. ഏയ്, നിനക്ക് കുറച്ച് കൂടുന്നുണ്ട്. ഒരുപാട് ഓവറാകല്ലേ. പഠിത്തം മാറ്റി വെച്ചിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളെ കുറിച്ച് നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ. ഞാൻ എന്താ ചേച്ചി ചെയ്തത്? നീ ഈ വർഷം 10th. നിന്റെ കോൺസെൻട്രേഷൻ പഠിത്തത്തിൽ മാത്രം മതി. അതിഥിയുടെ പഠിത്തവും കാര്യങ്ങളൊക്കെ ഒരു വഴിക്കാന്നറിയാലോ. നീ എങ്കിലും നല്ലോണം പഠിച്ച് നല്ലൊരു ജോലി വാങ്ങി അച്ഛനും അമ്മയെ ഹെൽപ്പ് ചെയ്യണ്ടേ? ചേച്ചി ഒരുപാട് ദൂരേക്ക് പോയി, അതിനി ഒരുപാട് സമയമുണ്ട്. നിന്നെ അതിഥിയും പിടിച്ചിരുത്തി ഒരു ദിവസം നല്ലൊരു ക്ലാസ് എടുക്കേണ്ടി വരും. അല്ലെങ്കിൽ നീയൊക്കെ വഴി തെറ്റിപ്പോവും. അതിനിപ്പോ സമയമില്ല, എനിക്ക് പോവാൻ ടൈമായി. ഞാൻ നിന്നെ കൊണ്ടുവിടാം. വോയിസ് മെസ്സേജോ? അതും വിക്കി ചേട്ടന്റെ ആണല്ലോ.
നമ്മൾ ഇന്നലെ കണ്ട് സംസാരിച്ച കാര്യം അമ്മായി അറിഞ്ഞിട്ടുണ്ടെന്നാ തോന്നുന്നത്. അമ്മയോട് സോറി പറയാൻ വേണ്ടി വീട്ടിൽ വന്നിട്ടുണ്ട്. എന്താ ചേച്ചി ഇത്? കുറച്ച് സൗണ്ട് വെക്ക്, എനിക്കൊന്നും കേൾക്കുന്നില്ല. അയ്യോ അഞ്ജു, എന്താണോ നടക്കാൻ പാടില്ലാത്ത അത് തന്നെയാണല്ലോ നടന്നത്. എനിക്കിപ്പോ പെട്ടെന്ന് പോണം. ചേച്ചി ആ അമ്മായി എന്താ വന്നേ? ഇരിക്കുന്നേ. ഇരിക്കെ. നിങ്ങളുടേത് മിഡിൽ ക്ലാസ് വീട്, ഞങ്ങളുടേത് അപ്പർ ക്ലാസ് വീട്. ഇവിടെ ഇരിക്കുന്നത് എങ്ങനെയാണെന്നായിരിക്കും ആലോചിച്ച് നിൽക്കുന്നത്. അമ്മേ എന്തൊക്കെയാ പറയുന്നേ? ഇല്ല വിക്രാന്ത്, അവര് പറയുന്നത് ശരി തന്നെയാണ്. നമ്മുടെ കാര്യങ്ങളെല്ലാം അവർക്കറിയാമല്ലോ, അതുകൊണ്ട് അവരിങ്ങനെയൊക്കെ പറയുന്നേ. വന്ന കാര്യം നടന്നു കിട്ടണമെന്നുള്ളത് കൊണ്ട് ഞാൻ പറയുന്നതിനൊക്കെ യെസ് പറയണമെന്ന് വിചാരിച്ചായിരിക്കും വന്നത്. എനിക്ക് നിങ്ങളിപ്പോ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതിലെ വ്യത്യാസങ്ങളും അറിയാം. പക്ഷേ എന്റെ മക്കൾക്ക് ഇതിനെപ്പറ്റി ഒരു ധാരണയില്ല. എല്ലാം നന്നായിട്ട് നടക്കുമെന്ന് വിചാരിച്ചിരിക്കുക. അതെ, എന്താ അവിടെ തന്നെ നിൽക്കുന്നേ? അങ്ങോട്ടിരിക്കുക. ഇല്ല, കുഴപ്പമില്ല. അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട് നിങ്ങളോട്. അതെ സുഹാസിനി, ഞങ്ങളുടെ ഭാഗത്തുനിന്നൊരു തെറ്റ് സംഭവിച്ചു. അതിന് ഞാൻ ക്ഷമ ചോദിക്കാൻ വേണ്ടി ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്. ആരതി വിക്കിയെ സ്നേഹിച്ചത് കൊണ്ടാണോ അതോ നിങ്ങളുടെ മകൾ എന്റെ ചെകിട്ട തടിച്ചതുകൊണ്ടോ? ആദ്യത്തെ കാര്യത്തിൽ ഏതാണ് തെറ്റ് ഏതാണ് ശരിയെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷേ അമ്മ ചെയ്തത് തെറ്റ് തന്നെയാ. ഞാന് ഈ രണ്ട് കാര്യത്തിന് ക്ഷമ ചോദിക്കാൻ വേണ്ടി ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്. എന്താ സുഹാസിനി, എന്റെ അളിയൻ നിന്റെ അടുത്ത് കാലിൽ വീണ് ക്ഷമ ചോദിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞില്ലേ? അതിനാണോ നീ വിളിച്ചു വരുത്തിയത്? ഈ കാലിൽ വീഴുന്നതും ക്ഷമ ചോദിപ്പിക്കുന്നതൊന്നും അത്ര ശരിയല്ല സുഹാസിനി. ഇവരുടെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടായി എന്നുള്ളത് സത്യമല്ലേ? അവൻ പറഞ്ഞത് ശരിയല്ലാന്ന് എനിക്ക് തോന്നിയെങ്കിലും അതിൽ തെറ്റുമില്ലാന്ന് എനിക്ക് തോന്നി. പക്ഷേ നിങ്ങൾ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? ഇത്രയും ടെൻഷന്റെ ആവശ്യമൊന്നുമില്ല. അവര് ക്ഷമ ചോദിക്കാനാ വന്നതെന്ന് പറഞ്ഞതൊഴിച്ചാൽ അവര് ക്ഷമയും ചോദിച്ചില്ല, കാലിലും വീഴുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇവരിപ്പോ അത് ചെയ്തേ പറ്റൂന്നാണോ നീ പറഞ്ഞു വരുന്നത്? ഞാൻ കാലിൽ വീണ് നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നതുകൊണ്ട് ഈ പ്രശ്നത്തിന് എന്തെങ്കിലും പരിഹാരം കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. അമ്മ എന്തൊക്കെയാ പറയുന്നേ? എന്തൊക്കെയാ ചെയ്യുന്നേ? എനിക്ക് ശരിയെന്ന് തോന്നുന്നു തന്നെയാണ് മോനെ ഞാനിപ്പോ ഇവിടെ പറഞ്ഞത്. ക്ഷമ ചോദിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല വേദാന്ത്.
ഹലോ, റെഡിയായോ? വൗ, സൂപ്പർ. വീടിന്റെ അഡ്രസ് അറിയാലോ, അവിടേക്ക് തന്നെ അയച്ചേക്കൂ. കല്യാണത്തിന് നിങ്ങളുടെ ബ്രാൻഡിന്റെ തന്നെ ലെഹങ്ക ഇടണമെന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. കല്യാണ ഡേറ്റോ പയ്യന്റെ വീട്ടുകാരതൊന്നും അറിയിച്ചിട്ടില്ല. പക്ഷെ പെട്ടെന്ന് തന്നെ ഫിക്സ് ആവും. ബിസിനസ് ഐക്കൺ വേദാന്ത് മേനോനെ അറിയില്ലേ? അദ്ദേഹത്തിന്റെ അനിയൻ വിക്രാന്താണ് പയ്യൻ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. ബൈ. എന്റെ റൂമിന് ഡോറുണ്ട്. അത് ഓപ്പൺ ആയി കിടക്കുന്നു കരുതി എൻട്രി ഒന്നും ഫ്രീ അല്ല. വരുമ്പോ നോക്ക് ചെയ്തിട്ട് വരണോന്ന് അറിഞ്ഞൂടെ? എന്തുദ്ദേശത്തിലാ നീ ഇതൊക്കെ ചെയ്യുന്നേ? വിക്കിയും മാരുതിയും പ്രണയത്തിലാന്നുള്ള കാര്യം എല്ലാവരും അറിഞ്ഞു. എന്നിട്ട് നീയോ അവനുമായിട്ടുള്ള കല്യാണം നടത്താനാണോ ഈ ലഹങ്ക വരുത്തുന്നത്? അതെ അമ്മേ, എന്റെ കല്യാണം വിക്കിയുടെ കൂടെ തന്നെ നടക്കണം. വായടയ്ക്ക്. നീ എന്താവെന്ന് വെച്ചാ കാണിക്കും. നീ ആരെ കല്യാണം കഴിച്ചാലും പ്രണയിച്ചാലും എനിക്ക് വിഷയമല്ല. പക്ഷെ പ്രമീള ആരതിയുടെയും വിക്കിയുടെയും കല്യാണം നടത്താൻ തീരുമാനിച്ചു. അതിന്റെ ഇടയ്ക്ക് നീ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നെന്ന് നിനക്കറിയോ? എന്റെ അടുത്ത് ഇതൊക്കെ പറയാൻ നിങ്ങളോട് ആരാ പറഞ്ഞത്? അല്ലെങ്കിലും എന്നോട് മാത്രം വന്ന് എന്തിനാ ഇതൊക്കെ പറയുന്നത്? അല്ലെങ്കിൽ എപ്പോഴും എന്റെ അനിയത്തിയുടെ മക്കള്, അത് മാത്രമേ ഉള്ളൂ. ആദ്യം സ്വന്തം മകളെ പറ്റി ആലോചിക്കമേ. അമ്മയ്ക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ അത് ക്ലിയർ ചെയ്യാം. ശരിക്കും കേട്ടോ. എന്താകൂ, എങ്ങനെയാകൂ, എപ്പോഴാകൂ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്റെ കല്യാണം വിക്കിയുടെ കൂടെ തന്നെ നടക്കൂ. നടന്നേ പറ്റൂ. ശാരിക, അമ്മേ, ആന്റി, എന്റെ അമ്മ ഒരു ഹാർട്ട് പേഷ്യന്റാ. അവരെ കൊണ്ട് ഇങ്ങനെയൊന്നും ചെയ്യിക്കുന്നത് ശരിയല്ല ആന്റി. സംഭവിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പേ തന്നെ നിന്റെ അമ്മ തെറ്റ് ചെയ്തത് ഞാനാ ആന്റി. ഒരു മിനിറ്റ് ഞാനൊന്ന് ക്ഷമിച്ചിരുന്നെങ്കിൽ അന്ന് ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. പക്ഷെ എനിക്കതിന് പറ്റിയില്ല. നിങ്ങൾ എന്ത് ശിക്ഷ തന്നാലും ഞാനത് സ്വീകരിക്കാൻ തയ്യാറായിട്ടാ വന്നിരിക്കുന്നത്. പക്ഷെ ഈ ഒരു കാരണം കൊണ്ട് എന്റെ ചേച്ചിയുടെ സ്വപ്നങ്ങളും എന്റെ ചേച്ചിയുടെ ജീവിതം ഒന്നും നശിക്കാൻ പാടില്ല. ദയവ് ചെയ്ത് എന്റെ ചേച്ചിയുടെയും വിക്കിയുടെയും കല്യാണത്തിന് സമ്മതിക്കണം. വേദനിക്കുന്നു.
ഞാൻ എന്ത് നടക്കാൻ പാടില്ലെന്ന് ആഗ്രഹിച്ചോ അത് തന്നെ ഇപ്പൊ നടന്നു. ഞാൻ ഇന്നലെ അവരുടെ വീട്ടിൽ പോയി പറഞ്ഞ കാരണം കൊണ്ട് മാത്രം അവരിപ്പോ ഇങ്ങോട്ട് വന്നത്. അതും അവരുടെ നല്ല മനസ്സുകൊണ്ട്. അവരെ കൊണ്ട് കാല് പിടിപ്പിക്കുന്നതും തരം താഴ്ത്തി ഇങ്ങനെ അപമാനിക്കുന്നതും തീരെ ശരിയല്ല അമ്മേ. അന്യ കുടുംബത്തിലുള്ള പെൺകുട്ടികൾ നമ്മുടെ വീട്ടിൽ മരുമക്കളായി വരുമ്പോ അവരോടും അവരുടെ കുടുംബക്കാരോടും ഇങ്ങനെ പെരുമാറുന്നൊന്നും തീരെ ശരിയല്ല. അമ്മേ, എന്താ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നേ? ഞാൻ ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടേ ഇല്ല വേദാന്ത്. ഞാൻ എന്തേലും പറയുന്നതിന് മുമ്പേ അവരിതൊക്കെ ചെയ്യുമായിരുന്നല്ലോ. ഇങ്ങനെ ചെയ്യുമ്പോ അവിടെ ഇരുന്ന് കൊടുക്കേണ്ട ആവശ്യം അമ്മയ്ക്കില്ലല്ലോ. വിക്രാന്തിന്റെ ആരതിയുടെയും കല്യാണ കാര്യത്തിൽ അമ്മയുടെ തീരുമാനം എന്താന്ന് പെട്ടെന്ന് പറഞ്ഞു. ഇവള് വരില്ല എന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷെ വേദാന്ത് ഉള്ളപ്പോ തന്നെ വന്ന് എന്റെ തീരുമാനം നശിപ്പിച്ചില്ല. ഛേ, ഇവനാണെങ്കിൽ എല്ലാം എന്റെ തലയിൽ കൊണ്ട് വെക്കുകയും ചെയ്തു. വേദാന്ത് പറഞ്ഞത് ശരിയാ സുഹാസിനി. രണ്ട് കുടുംബങ്ങളിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. ഇപ്പോ എല്ലാം ശരിയാക്കാനുള്ള അവസരം നിന്റെ കയ്യിൽ തന്നെയാ. നിനക്കെന്താ പറയാനുള്ളത് പറ. പ്ലീസ് അമ്മേ, ഇല്ലാന്ന് മാത്രം പറയല്ലേ. ഐ ബെഗ് യു. വിക്കിയുടെയും ആരതിയുടെയും കല്യാണത്തിന് എനിക്ക് സമ്മതം. അതെ സുഹാസിനി, എനിക്കെന്താ പറയണ്ടേന്നറിയില്ല. എനിക്ക് വിശ്വസിക്കാനേ ആവുന്നില്ല. എനിക്കെന്താ പറയണ്ടേന്നറിയില്ല. നിങ്ങൾ ഈ കല്യാണത്തിന് സമ്മതിച്ചു തന്നെ നിങ്ങളുടെ വലിയൊരു മനസ്സ് തന്നെയാ. ഈ വലിയൊരു മനസ്സ് ഞാൻ മരണം വരെ മറക്കില്ല. ഫൈനലി എല്ലാം നന്നായി നടന്നു. ഡോണ്ട് വറി. നിങ്ങളെ ഡ്രോപ്പ് ചെയ്യാൻ ഞാൻ ഡ്രൈവറെ പറഞ്ഞയക്കാം. അമ്മേ, അന്ന് കല്യാണ വീട്ടിൽ വെച്ച് നിന്നോട് പെരുമാറിയത് വളരെ മോശമായി പോയി മോനെ. അന്നത്തെ സാഹചര്യം പോലും ഞാൻ ചിന്തിച്ചില്ല മോനെ. അതൊക്കെ കഴിഞ്ഞില്ലേ അമ്മേ? കഴിഞ്ഞു പോയ ആ കാര്യത്തെ പറ്റി ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം അമ്മേ? ആരതിയും വിക്രാന്തിനെ എങ്ങനെ ഒരുമിപ്പിക്കണമെന്ന് മാത്രമേ എനിക്ക് ചിന്തയുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ എല്ലാം ശരിയായില്ലേ? ഐ ആം ഹാപ്പി. വാ അമ്മേ, നമുക്ക് പോവാം. അതെ സുഹാസിനി, ശ്രീധരേട്ടാ, ഞാൻ സംശയത്തോടുകൂടി ഇങ്ങോട്ടേക്ക് വന്നത്. ഇപ്പോ ഞാൻ മനസ്സ് നിറഞ്ഞു തിരിച്ചു പോവാ. ചേട്ടാ,
എന്റെ ഭാര്യ സൂപ്പറാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അത് അവളെ ഇന്ന് ഒന്നും കൂടി പ്രൂവ് ചെയ്തു. ഐ ലവ് യു മദർ ഇന്ത്യ. ആരതി മോളെ, അച്ഛാ, കുറെ നേരമായിട്ട് അമ്മയും അമ്മൂനും കാണുന്നില്ല. എവിടേക്കാ പോയതൊന്നും അറിയില്ല. അമ്മൂനെയാണെങ്കിൽ ഫോൺ ചെയ്ത് എനിക്ക് മതിയായി. അവളെ എത്ര വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നില്ല. എങ്ങോട്ട് പോയി രണ്ടുപേരും കൂടി? ചേച്ചി അവര് വന്നു, ഞങ്ങളുടെ കൂടെ തന്നെ വന്നു. അമ്മയും മോളോട് ആരോട് ചോദിക്കാതെ എങ്ങോട്ടാ പോയേ? ഇവിടെ ആരതി പേടിച്ച് നിൽക്കാന്ന് അറിയില്ല നിങ്ങക്ക്? അമ്മ ഒരു കൊച്ചുകുട്ടിയാ, അങ്ങനെയാണോ നീ ഇങ്ങനെയൊക്കെ പെരുമാറിയ എങ്ങനെയാ? അത് പിന്നെ ഈ മുതുക്കി അമ്മു ചേച്ചിയുടെ അമ്മയല്ലേ. എന്താ നിങ്ങളുടെയൊക്കെ മുഖത്തൊരു വല്ലായ്മ? നീ പിന്നെ ഹോസ്പിറ്റലിൽ പോയിട്ടാണോ വന്നേ? വല്ലാത്ത കാര്യമാ ചേട്ടാ നിങ്ങളുടെ. ഹോസ്പിറ്റലിൽ പോയിട്ട് വരുന്ന ഒരാളുടെ കയ്യിൽ സീറ്റ് ബോക്സ് ഉണ്ടാകുന്നാണോ നിങ്ങൾ വിചാരിച്ചേ? സ്വീറ്റ് ബോക്സോ? അതെ ചേട്ടാ, സ്വീറ്റ് ബോക്സ് തന്നെയാ. ഇന്ന് ശരിക്കും നമ്മുടെ ആരതിമോടെ കല്യാണം ഉറപ്പിച്ചു. കല്യാണം ഉറപ്പിച്ചെന്നോ? എന്തൊക്കെയാ പറയുന്നേ പ്രമീ? ഞാനും അമ്മുവും സുഹാസിനിയുടെ വീട് വരെ പോയിരുന്നു. നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിലോ എന്ന് കരുതി ഞാൻ നിങ്ങളോട് പറയാത്തതാ. സുഹാസിനിയുടെ വീട്ടുകാര് നമ്മൾ കരുതിയ പോലെ ഒന്നുമില്ലേ ചേട്ടാ. അവിടെ നമുക്കാണ് തെറ്റുപറ്റിയത്. അല്ല, എനിക്കാണ് തെറ്റുപറ്റിയത്. ഞങ്ങൾ അവിടെ പോയിരുന്നു. ഈ ബന്ധത്തെപ്പറ്റി സംസാരിച്ചപ്പോ അവർക്ക് സമ്മതമെന്ന് പറഞ്ഞു. ഇത്ര സന്തോഷമുള്ള കാര്യത്തിന് എങ്ങനെയാണ് ഈ ഡാൻസ് കളിക്കാതിരിക്കുന്നത്? നമ്മുടെ പെണ്ണിന്റെ കല്യാണം ഇടുവാനെടാ, നമ്മുടെ പെണ്ണിന്റെ കല്യാണം പൊളിയാനെടാ, നമ്മുടെ പെണ്ണിന്റെ കല്യാണം കാണാനെടാ, നമ്മുടെ പെണ്ണിന്റെ കല്യാണം മാസാനെടാ, നമ്മുടെ പെണ്ണിന്റെ കല്യാണം പൊളിയാനെടാ. ഒന്ന് വെറുതെ നിൽക്കും പിള്ളേരെ. പിന്നെന്താ അമ്മ എന്താ ഡള്ളായിട്ട് നിൽക്കുന്നേ? അവളുടെ മുഖം കണ്ടിട്ട് നിങ്ങൾ എന്തിനാ വെറുതെ ടെൻഷൻ ആവുന്നേ? എന്നെ പോലെ തന്നെ അവളും. അവക്കും ഒരു തരി പോലും വിശ്വാസം വന്നില്ല എല്ലാം ഇങ്ങനെ പെട്ടെന്ന് ആകുമെന്ന്. അതുകൊണ്ട് അവളും ടെൻഷനായിരിക്കുന്നേ. അങ്ങനെയാണോ? ആ സുഹാസിനി നീ പോയി സംസാരിച്ച ഉടനെ അങ്ങ് സമ്മതിച്ചോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല പ്രമി. നീ എന്നോട് സത്യം തന്നെയല്ലേ പറയുന്നേ? സത്യം പറയുകയാണെങ്കിൽ അവര് സമ്മതിച്ചു കഴിഞ്ഞ ഉടനെ എനിക്കും ആകെ കൂടി ടെൻഷനായി. സത്യമാണോ കള്ളമാണോ എന്ന് വരെ ചിന്തിച്ചു പോയി ഞാൻ. എന്നാലേ കല്യാണം ഉറപ്പിച്ച കാര്യം എന്തായാലും സത്യം തന്നെ.